അല്ലേ? അച്ചടാ കുഞ്ഞിപ്പയുടെ കളി കഴിഞ്ഞിട്ടാ, അതിന്റെ സങ്കടത്തിലാണ്. കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എടുക്കട്ടാ. അപ്പൊ നല്ല മൂടൊക്കെ ഉണ്ട്. എമിയേ ഒന്ന് ഇങ്ങോട്ട് നോക്ക് പെണ്ണെ. തക്കിടുവോ ഇത് തക്കിടു. അസ്സലാമലൈക്കും. അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തെല്ലാം വിശേഷങ്ങളൊക്കെ സുഖമല്ല എല്ലാവർക്കും? നമ്മളെ കുഞ്ഞിപ്പെണ്ണ് കിട്ടുന്ന വീഡിയോയില് ബാഗ് എടുക്കണം. നമ്മളെ കുഞ്ഞിപ്പെണ്ണ് ഇല്ല, കുഞ്ഞിപ്പെണ്ണേ ഇല്ലേ? ഇല്ല കുഞ്ഞിപ്പെണ്ണേ. എല്ലാരോടും ഒരു ഹായ് കൊടുത്തേ. ഒരു ഹായ് പറഞ്ഞു വെക്ക എല്ലാരോടും. ഒരു കുഞ്ഞിപ്പെണ്ണെ എല്ലാരോടും ഒരു ഹായ് പറഞ്ഞിക്ക്. ഒരു ഹായ് പറഞ്ഞോക്കടി കുഞ്ഞിപ്പെണ്ണെ. കുഞ്ഞിപ്പെണ്ണ് എന്താ കളിക്കണ മൂടിലാണ്. അപ്പൊ എല്ലാവരും മുന്നിൽ വരാൻ വിചാരിച്ചിട്ടാ. ഇല്ല കുഞ്ഞിപ്പെണ്ണെ അല്ലേ? അച്ചടാ കുഞ്ഞിപ്പയുടെ കളി കഴിഞ്ഞിട്ടാ, അതിന്റെ സങ്കടത്തിലാണ്. കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എടുക്കട്ടാ. അപ്പൊ ഞങ്ങള് ഭയങ്കര കളിയിലാണ്. ഉറക്കം കഴിഞ്ഞിട്ട് ഭയങ്കര കളിയില്ല. എടുക്കാനൊന്നും ഇഷ്ടല്ല. ഇന്നിപ്പോ എന്തുകൊണ്ടാണ് അവൾക്ക് എടുക്കുന്ന അറിയില്ല. അത് അവൾക്കാൻ അറിയുള്ളൂ എന്തൊക്കെ എടുക്കുന്നുള്ളത്. അല്ലേ എമ്മിയെ? തക്കിടുവോ? ഇങ്ങോട്ട് നോക്കേ, ഇങ്ങോട്ട് നോക്കേ. ഭയങ്കര കളിയിലാണ്. ചെലപ്പോ നല്ല മൂടൊക്കെ നന്നായി കളിക്കും, അല്ലെങ്കിൽ പിന്നെ കളിക്കൊന്നുമില്ല. ഇങ്ങനെ കരച്ചിലും മുടിച്ചിലൊക്കെ ആയിട്ട്. അപ്പൊ എല്ലാരും എടുത്തടക്കണ്ടേല്. ഇന്ന് ഉറങ്ങി എണീറ്റപ്പോ നല്ല മൂടൊക്കെ ഉണ്ട്. എമിയേ ഒന്ന് ഇങ്ങോട്ട് നോക്ക് പെണ്ണെ. തക്കിടുവോ? ഇത് തക്കിടു പെണ്ണെ. അത് പുറത്ത് നല്ല വെളിച്ചം കാണുന്നുണ്ട്. അപ്പൊ അത് നോക്കി എടുക്കാണ്. ഇനി കരയിലുള്ള ഉറപ്പാടാണ്. പുറത്ത് വെളിച്ചം നോക്കി എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതന്നെ പറയും ഇവരോടൊക്കെ. സുഖല്ലേ ചോദിച്ചോക്ക് എല്ലാരോടും. സുഖല്ലേ ചോദിച്ചോക്ക്. ചോദിക്കല് പെണ്ണെ. ഞങ്ങളുടെ ബ്ലോഗൊക്കെ ഇന്നും കാണട്ടാന്ന് പറ. കുറുമ്പിയേ തക്കിടുവോ? താഴത്തിച്ചപ്പോ ഒന്ന് കിണിങ്ങി. താഴത്തിരിക്കുന്ന ഞങ്ങക്ക് തീരെ ഇഷ്ടല്ല. അല്ലേ? അല്ലേ? ഞങ്ങള് കുറച്ച് ദിവസം വീഡിയോക്ക് ഒന്നും വന്നിരുന്നില്ല. ഞങ്ങൾ എന്തായിരുന്നു കുറിപ്പെണ്ണെ? ഞങ്ങള് പോളിയൊക്കെ എടുത്ത് രണ്ട് കൈമേല് രണ്ട് കാലുമേലൊക്കെ ഇഞ്ചക്ഷൻ കുത്തി. അല്ലേ? അപ്പൊ ഞങ്ങള് 2 ദിവസം വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണിക്ക് പോളിയൊക്കെ എടുത്തിട്ട് പനിയും കാര്യങ്ങളൊക്കെ ഇരുന്നിരുന്നു. അപ്പൊ അത് കാരണം കൊണ്ട് വീഡിയോസ് എടുക്കാൻ ശരിക്കും പറ്റിയിരുന്നില്ല. ഭയങ്കര വാശിയൊക്കെ. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് കട്ടുമ്പോ എടുക്കാൻ ഇഷ്ടല്ല. അല്ലേ? അതന്നല്ലേ? അപ്പൊ ഇന്ന് ഞങ്ങള് ഓക്കെ ആയി ഇങ്ങനെ വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല. അല്ലേ? എന്താന്നറിയില്ല കേട്ടോ. ഇങ്ങനെ കിടക്കുന്നൊന്നും തീരെ ഇഷ്ടമുള്ള കാര്യം. നമ്മള് തോളിലിട്ട് കൊണ്ടെടുക്കണം. അങ്ങനെയാണെങ്കിൽ കുറെ നേരം കിടക്കും. അല്ലെങ്കിൽ എന്താ കിടക്കൂല കേട്ടോ. ഇതിലൊന്നും കയ്യിലും കിടക്കൂല, ബെഡിലും എടുക്കൂല. തൊട്ടിയില് കുറെ നേരം കിടന്നിറങ്ങും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ തോളിലെല്ലാം ഇട്ട് കൊണ്ടെടുക്കണം. ഇപ്പൊ എന്താന്നറിയില്ല, ആള് കയ്യില് എടുക്കണ്ട്. എന്താണ് വീഡിയോ എടുക്കണോ കയ്യിലിങ്ങനെ? ആണോ? ചോദിച്ചോക്ക് എല്ലാരോടും സുഖല്ലേ ചോദിക്കേ. ഉറങ്ങല്ലേ? ഞങ്ങളെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കടി പെണ്ണെ. കുറുമ്പി പെണ്ണെ. തക്കിടുവോ? ഉറക്കം വരുന്നുട്ടോ ഉറക്കത്തില്. അപ്പൊ എന്താ ഉറക്കത്തിലായോണ്ടാട്ടാ ഈ സമയത്തൊന്നും ഉറങ്ങലുണ്ട്. അപ്പൊ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാന് ഉറങ്ങാണ്ടായ പിന്നെ ഞാൻ കയ്യിലെടുത്തിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ വിചാരിച്ചേനെ. അപ്പൊ തോളിയിട്ടപ്പോ ആളൊന്ന് കണ്ണുറത്തിട്ടാ കാണങ്ങൾക്ക്. സുത്തുമണിയെ അടച്ച്. അപ്പൊ മോള് നല്ല കരച്ചിലായിരുന്നു. അതുകൊണ്ട് പകുതിച്ച് നിർത്തിപ്പോയതായിരുന്നു കേട്ടോ. അപ്പൊ ആളൊന്നും ഉറങ്ങി. അവൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു.
അപ്പൊ ഒന്ന് കരഞ്ഞപ്പോ ഉറക്കി. ഇപ്പൊ തൊട്ടിയിൽ കിടന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാണ്. അപ്പൊ ആൾക്ക് പോളിയോ എടുത്ത കാരണം കൊണ്ട് ഒന്ന് പനിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഞ്ചക്ഷൻ എടുത്തതിന്റെ വേദനയൊക്കെ ആയിട്ട് നല്ല പെയിനും കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ പനിയൊക്കെ വിട്ട് വാശി ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്ന് ഓക്കെ ആയിട്ട് വന്നിരിക്കുന്നു, ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പൊ ഒന്ന് കുറഞ്ഞിട്ടോ, കുഴപ്പമൊന്നുമില്ല ആൾക്ക്. അപ്പൊ മോളൊന്ന് ഉറങ്ങി. പിന്നെ ഞാൻ ഇന്നാള് ഉണ്ണിക്ക് കണ്ണെഴുതുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് ആൾക്കാർ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈർക്കിലേറ്റ് കണ്ണെഴുതാൻ പാടില്ല. എനിക്കറിയാം ഈർക്കിലേറ്റ് കണ്ണെഴുതാൻ പാടില്ല എന്ന്. പക്ഷെ ഞാൻ നോക്കി കണ്ടിട്ടാണ് എഴുതണത്. എനിക്ക് ഈർക്കിലേറ്റ് എഴുതിയാലാണ് എനിക്ക് അതിൻ്റെതായിട്ട് വരുള്ളൂ. അപ്പൊ ഞാൻ നിർത്തിയിട്ടാ, അത് പറയാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകം വിറ്റും. ഈർക്കിലേറ്റ് കണ്ണെഴുതിയാ നിർത്തിയിട്ടാ, നിങ്ങൾക്ക് വേണ്ടി നിർത്തി. ഞാന് ഐബ്രോ അല്ലാത്തപ്പോഴത്തെ വേറെ സംഭവം വാങ്ങിച്ചു. അപ്പൊ എനിക്ക് അതായിട്ട് കണ്ണെഴുതി കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങള് കമന്റ് ബോക്സ് കമന്റ് ഇട്ട കാരണങ്ങൾ ഞാനത് അനുസരിച്ചുട്ടാ. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ. ഞാൻ അതിനൊക്കെ എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാനത് ശരിയാക്കും, തെറ്റാണെങ്കിൽ. എങ്ങനെ പിന്നെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമില്ല? എല്ലാവർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. ഞങ്ങൾ വീഡിയോ ആയിട്ട് വന്നത്, ഞാനും മോളും ഇപ്പൊ കുറച്ച് ദിവസമായി വീഡിയോയിൽ വന്നിട്ട്. അപ്പൊ മോൾക്ക് വയ്യാത്താണ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ പിന്നെ ഇന്നും വീഡിയോ എടുത്തില്ലെങ്കിൽ അത് മോശമല്ലേ. അപ്പൊ അത് വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല, വെറുതെ നിങ്ങളുമായിട്ട് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് വരാൻ വിചാരിച്ചു. അപ്പൊ അതുകൊണ്ട് വന്നിരുന്നു. അപ്പൊ ഇന്ന് വീഡിയോ എടുക്കാൻ ഉണ്ണി കുളിയൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോ ഞാൻ വീഡിയോ എടുക്കാൻ നോക്കി. ഉണ്ണിയുടെ കുളിയൊക്കെ കഴിഞ്ഞപ്പോഴേ അപ്പൊ നോക്കുമ്പോ ആള് കുളിച്ച് കഴിഞ്ഞാൽ ഒന്നും ഉറങ്ങണം ആൾക്ക്, കുളിച്ച സുഖത്തില്. അപ്പൊ പനിയൊക്കെ മാറിയിട്ട് തല നനച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്നാ നനച്ചത്. അപ്പൊ ആള് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. അപ്പൊ വൈകുന്നേരമായി ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോ. അപ്പൊ വിചാരിച്ച് നല്ല അടിപൊളി ഡ്രസ്സൊക്കെ, പുതിയ ഡ്രസ്സാണ് ഇട്ടെടുത്തുള്ളത്. നല്ല ഡ്രസ്സൊക്കെ ഇട്ടെടുത്തിട്ട് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാൻ വിചാരിച്ചു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ ഞങ്ങളെ വീഡിയോകൾ ലൈക്ക് ചെയ്യട്ടെ, ഷെയർ ചെയ്യാം, എന്ത് കമന്റ് നിങ്ങൾക്ക് ഇടട്ടോ. അതിനൊന്നും ഞാൻ കുറ്റൊന്നും പറയുന്നില്ല. കമന്റ് ഒക്കെ ഞാൻ വായിച്ചു നോക്കിയിട്ട് പരമാവധി എനിക്ക് പറ്റുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നുണ്ട്. ചിലപ്പോ എനിക്ക് പറ്റിയില്ല എന്ന് വരും, മോള് കറങ്ങിട്ടും. ഞാൻ ചിലപ്പോ നൈറ്റില് ഉണ്ണി ഉറങ്ങിയതിന്റെ ശേഷമൊക്കെ ആയിരിക്കും ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് നോക്കാം. അപ്പൊ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ കമന്റിനൊക്കെ റിപ്ലൈ തരും, നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങള് കമന്റ് ഒക്കെ ഇട്ടോട്ടോ, അതിനൊക്കെ ഞാൻ റിപ്ലൈ തരുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പറയാം. എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാനത് തിരുത്തും. അപ്പോൾ പറഞ്ഞ മാതിരി ഞങ്ങളെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യാം. ഞങ്ങളെ വീഡിയോ കണ്ട് എല്ലാം സപ്പോർട്ട് ചെയ്യണമെങ്കിൽ എല്ലാവരും കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയുള്ളൂ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും ബൈ. നിധിയാണേ പൂമലരായൊരു വൈരക്കല്ലാം പൂമോള്, അൽമാസ് മിൻമോളിന്ന് പുഞ്ചിരിയിൽ അഴകായി വിടരും. പൂനീല പൗർണമിയായൊരു പൊന്നൊളിയാണീ കനിമോള്, പിരിശത്താലഹതവനേകിയ അൽമാസ് മിൻമോളാണ്. പൂങ്കവിളിൽ മുത്തം നൽകണ റാഷിദ പൊന്നുമ്മയേറെ, പ്രിയമോളെ വാരി പുണരണ സഫ്വാൻ പൊന്നുപ്പായേറെ. നന്മകൾ നേർന്ന് മോളെ താരാട്ടുന്നിതാ, താലോലം പാടി മോളെ കൊഞ്ചിക്കുന്നിതാ. നിധിയാണേ പൂമലരായൊരു വൈരക്കല്ലാം പൂമോള്, അൽമാസ് മിൻമോളിന്ന് പുഞ്ചിരിയിൽ
പുഞ്ചിരിയിൽ അഴകായി വിടരും. പൂനീല പൗർണമിയായൊരു പൊന്നൊളിയാണീ കനിമോള്. പിരിശത്താലഹതവനേകിയ അൽമാസ് മിൻമോളാണ്. സ്നേഹത്താൽ വീടിനൊളിവായി മിന്നണ അൽമാസമിൻ മോളെ. താരാട്ടിൻ മധുരമൊരുക്കി ഉറക്കി റാഷിദ പൊന്നുമ്മ. സന്തോഷത്തിൻ കടലായി അരികെ സഫ്വാൻ പൊന്നുപ്പ. അഹദോനിൽ തേടുകയാണ് സദയം മോൾക്കായി റാഹത്ത്. ഹസ്ബി റബ്ബി ജല്ലല്ല താരാട്ടും പാടിയുറക്കാം. റഹ്മാനെ നീ കനിയില്ലേ സൗഭാഗ്യക്കൂട്ടിൽ കഴിയാൻ. നിധിയാണ് പൂമലരായൊരു വൈരക്കല്ലാം പൂമോള്. അൽമാസ് മിൻമോളിന്ന് പുഞ്ചിരിയിൽ അഴകായി വിടരും.